കാലിക്കറ്റ് സർവകലാശാല സ്ഥിരം VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിൽ സർക്കാരിന് ആശ്വാസം. സെനറ്റ് യോഗം ചേർന്ന് പ്രതിനിധിയെ തെരഞ്ഞെടുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. സെർച്ച് കമ്മിറ്റി പ്രതിനിധിയുടെ അനുമതി കൂടി വാങ്ങിയ ശേഷം പട്ടിക ചാൻസലർക്ക് കൈമാറാമെന്നും ഇടക്കാല ഉത്തരവിൽ. അഹമ്മദ് മുസ്തഫ ചേരുന്നു. മുസ്തഫ, എങ്ങനെയാണ് സർക്കാരിന് കോടതി തീരുമാനം ആശ്വാസകരമാകുന്നത്? സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിലാണ് ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗവർണർ സ്വന്തം നിലയ്ക്ക് VCയെ നിയമിക്കാനുള്ള സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയുമായി മുന്നോട്ട് പോകുന്ന ഒരു നടപടി അത് UGC മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ്. സർക്കാരിന്റെ അധികാര പരിധിയിലുള്ള നടപടികൾക്ക് വിരുദ്ധമായാണ് ഗവർണറുടെ ഏകപക്ഷീയമായ നടപടി എന്നതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രത്യേകിച്ച് 3 അംഗ കമ്മിറ്റിയെ നിയോഗിച്ചുൾപ്പെടെ ഗവർണർ ബഹുദൂരം ആ വിഷയത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോഴാണ് ഈ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട പ്രൊഫസർ സാബു ഉൾപ്പെടെയുള്ള ആളുകൾ തനിക്ക് ഇതിനകത്ത് സമ്മതമില്ല, താല്പര്യമില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം ഒഴിയുന്നതായി കഴിഞ്ഞ തവണ ഹൈക്കോടതി അദ്ദേഹത്തിന് നിലപാട് തേടി നോട്ടീസ് അയച്ചിരുന്നു. അദ്ദേഹം കൃത്യമായി തന്നെ കോടതിയെ അറിയിച്ചു താൻ ആ കമ്മിറ്റിയിൽ തുടരുന്നില്ല എന്ന്. അങ്ങനെയെങ്കിൽ 3 അംഗ കമ്മിറ്റിയിൽ നിന്ന് ഒരാൾ ഒഴിവാവുകയാണ്. സ്വാഭാവികമായും വീണ്ടും ഒരു പ്രതിനിധിയെ കൂടി തെരഞ്ഞെടുക്കണം. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇത് ആശ്വാസമാകുന്നത്. തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയം സംസ്ഥാന സർക്കാരിന് ആശ്വാസമാകുന്നത് ആ രൂപത്തിലാണ്. കാര്യം ഇനി ഒരാളെ കൂടി ഈ കമ്മിറ്റിയിലേക്ക് നിയോഗിക്കാൻ സെനറ്റ് കൂടണം. സെനറ്റ് അടിയന്തരമായി 30 ദിവസത്തിനകം സെനറ്റ് യോഗം ചേർന്ന് വളരെ പെട്ടെന്ന് തന്നെ, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റിയുടെ ഒരു ചാൻസലർ, വൈസ് ചാൻസലർ ആ തസ്തിക ഒഴിഞ്ഞു കിടക്കുന്നത് ഒട്ടും ആശ്വാസകരമല്ല. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് സെനറ്റ് പെട്ടെന്ന് തന്നെ 30 ദിവസത്തിനകം ഒരു പ്രതിനിധിയെ കൂടി ആ വിഷയത്തിൽ നോമിനേറ്റ് ചെയ്യുകയും ആ പ്രതിനിധികൾക്ക് ഇപ്പോൾ ഗവർണർക്ക് കൈമാറുന്ന പട്ടികയിലുള്ള 3 അംഗ പേർക്കും അവർക്ക് പൂർണ്ണമായും, കാര്യം ഒരാൾ ഇപ്പോൾ തന്നെ ആ പട്ടികയിൽ നിന്ന് ഒഴിഞ്ഞു, അങ്ങനെയെങ്കിൽ ഇനി ഒഴിയാനുള്ള ഒരു സാധ്യത ഉണ്ടാകരുത്, 3 ആൾക്കും സമ്മതമാണ് എന്നതുൾപ്പെടെ അവരുടെ കൂടി കൺസെന്റ് കൂടി പ്രധാനമാണ്. അതുകൂടി കണക്കിലെടുത്ത് ആ പട്ടിക പിന്നീട് ചാൻസലർക്ക് കൈമാറണം. അതിനുശേഷമാണ് എന്തായാലും ഇനി സെർച്ച് കമ്മിറ്റിയെ നിയോഗിക്കുക. മാത്രമല്ല ഗവർണറുടെ ചില വാദങ്ങളുണ്ട്. ഗവർണറുടെ അധികാര പരിധിയിൽ പൂർണ്ണമായും നിക്ഷിപ്തമാണ് ഈ യൂണിവേഴ്സിറ്റി VCയെ തെരഞ്ഞെടുക്കാനുള്ള പ്രൊസീജിയർ എന്ന് ഗവർണർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ആ വിഷയത്തിൽ കോടതി ഇനി വരും ദിവസങ്ങളിൽ വാദം കേൾക്കും. ഇപ്പോഴെന്തായാലും അക്കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഇടക്കാല ഉത്തരവ് ഈ രൂപത്തിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസമാണ് തന്നെയാണ്.